Puttu. Hi. 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 Dashi. Hi. 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 അച്ഛനുണ്ട് ഇവിടെ, ഞാൻ ഇവിടെ ബാക്കിലുണ്ട്. നമ്മൾ അക്കോഡേറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. വെള്ളം കണ്ട് വെള്ളം 40 ഡിഗ്രി 35 ഡിഗ്രി വെള്ളം കാണും. അതെ, വെള്ളം ഇപ്പോഴും ഉണ്ട് വെള്ളം. മുത്തശ്ശി അക്വഡേറ്റ്, അങ്ങനെ നമ്മൾ അക്വഡേറ്റ് കാണാൻ എത്തിയിരിക്കുകയാണ്. അതെ, എങ്ങനെയുണ്ട് വെയിൽ? എങ്ങനെയുണ്ട് കണ്ണേട്ടാ? ആ, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം അച്ഛാ, വെള്ളം എങ്ങനെയുണ്ട്? സൂപ്പറാണോ വെള്ളം? ഈ നട്ടപ്പൊരി വെയിലത്തും അല്ലേ? കുമ്പത്തിലൊക്കെ ഇങ്ങനെ വെള്ളം പോണെങ്കിലേ കാണിക്കൂ തശ്ശി. ആ, അതാ അല്ലേ? ഓ, സെറ്റപ്പന്നെ. വെള്ളം പൊള്ളുണ്ട്. ഇനി നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ അക്വഡേറ്റ്. ആ, കുട്ടുവാ. കുട്ടു, എങ്ങനെയുണ്ട് വെയില്? ചെറിയ ജലദോഷം വന്നോ? തലയ്ക്ക് എല്ലാം പിടിച്ചു. വെയിലുണ്ട്, തണലുണ്ട്. ഇതിന്റെ താഴെ സൂപ്പറാ വിട്ടു. ആ, താഴെ മറ്റേ ഇതൊക്കെ ഉണ്ട്, മറ്റേ പില്ലറ് പോലെ. ഞങ്ങൾ എന്താന്നറിയില്ല, ഞങ്ങൾ ഭയങ്കര പൊരുത്താ. ഓപ്പോളും അനിയനും തമ്മിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നേ ഉള്ളു. ഞങ്ങള് ഭയങ്കര മാച്ച് ഉണ്ടല്ലേ ശരിക്കും. മുത്തശ്ശി വരുന്നുണ്ട്. അപ്പൊ നമ്മള് തണല് അന്വേഷിച്ച് നടക്കുകയാണ്. തണല് തേടി വെയിലത്തൂടെ ഒരു യാത്ര, അതും അക്വഡേറ്റിന്റെ മുന്നിലൂടെ. നല്ല രസല്ലേ കാണാൻ അക്വഡേറ്റ്? അതെ, ആദ്യം തണല് വേഗം പിടിച്ച് അവിടെ പോയി സ്ഥാപിക്കുക. ഒരു പട്ടം കൊണ്ട് പോയി. ഇവിടെ വെള്ളം പോണുണ്ടോ? ഇത് താഴെ നല്ല രസാ. വെള്ളം ആ, അപ്പൊ ഇതാ ഞങ്ങളെല്ലാരും അക്കോഡേറ്റിലൊരു തണലിപ്പ് കിട്ടി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ മുത്തശ്ശി? ഇത് നോക്കൂ, ചക്ക ഉണ്ടോ നോക്കുന്നു. ചക്ക ഉണ്ടെങ്കിൽ ഇതാ കൊണ്ടുപോവാ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചക്ക കിട്ടിയേ കൊണ്ടുപോവാ അല്ലേ? ഇത്ര ഹൈറ്റിൽ നിൽക്കുമ്പോഴേക്ക് കാണാൻ പറ്റില്ല. ആ, കം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാണാണ്ടോ? ഓ, കുട്ടിയൊക്കെ എന്നെക്കാ നീളം വെച്ചോണ്ടേ. ആ, ഇവരെല്ലാരും ഓരോന്നിങ്ങനെ വട്ടം ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടും കണ്ണേട്ടനും ഗംഭീര ഫോട്ടോ എടുക്കൽ സെക്ഷനിലാണ്. ഇത് കണ്ടോ, ഈ പാറ പൊട്ടിയിട്ട് വരുന്ന പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോരുന്നു. നല്ല രസമല്ലേ കാണാൻ? ഈ സമയത്തൊക്കെ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ഇതാ നമ്മള് അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ എത്തിയില്ല അച്ഛാ? മുത്തശ്ശി എങ്ങനെയുണ്ട്? രസല്ലേ? കാലൊന്ന് നനയ്ക്കൂ, തണുപ്പ് കാണാ. കാലൊന്ന് ജസ്റ്റ് നനയ്ക്കൂ. തണുപ്പില്ലേ? വഴുക്കലുണ്ടോ? ആ, എന്നാ ഇറങ്ങി നോക്കൂ. ഞാൻ പിടിച്ചോ ഇറങ്ങിക്കോളൂ. പിടിക്കൂ, ഞാൻ പിടിച്ചോ. ആ, മുത്തശ്ശി എന്നതാ സാഹസികമായി അങ്ങനെ ഇറങ്ങുകയാണ്. വലിയല്ല വഴുക്കല്? നല്ല രസാ ഇവിടെ ഇങ്ങനെ കിടക്ക ചൂടിനൊക്കെ. ആ, അപ്പൊ ശരി.
ഓട്ടം. ജാതിക്ക തോട്ടത്തിലെത്തി. കയ്യെത്തും ദൂരത്ത് ജാതിക്ക, കുറെ ജാതിക്കകളുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട്. അടുത്താന്ന് മാത്രം ജാതിക്ക, കുറെ ജാതിക്കകളുണ്ട്. അതെ, ഇഷ്ടം പോലെ നിലത്ത് കൊണ്ടുണ്ട് കേട്ടോ. അതെ, ചക്ക ഉണ്ട്, കൊറേ ചക്ക ഉണ്ട്. ചക്കയുടെ പിന്നാലെ പോയി അപ്പുറത്ത് തൊടിയിലെത്തി. അപ്പുറത്ത് തൊടിയെ നടന്നെത്തി മുത്തശ്ശി. ഇപ്പൊ ഇത് കൂടെ ഒരു ചെറിയൊരു ചാലിതാ പോണു. വെള്ളം, ധാരാളം വെള്ളമുണ്ട്. എന്ത് രസാ ഈ സമയത്തൊക്കെ വെള്ളം കാണുക എന്ന് പറഞ്ഞാൽ. അമ്മയാണ് ഈ ചാല് കണ്ടുപിടിച്ചത്. മുത്തശ്ശി ഉണ്ടായിരുന്നോ? ഇതാ ചാലതാ. അമ്മ തണുപ്പുണ്ടോ? ആ അതെ അതെ. ഇപ്പൊ ഇതാ നമ്മള് കുട്ടോ ഒരു കടവ് കണ്ടിട്ട് വരാട്ടോ. അതാ മുത്തശ്ശിയും അമ്മയൊക്കെ കൂട്ടി. ഇതാ ഇത് ഇവിടുന്ന് അച്ഛൻ്റെ ഇതാ ഈ കാണുന്ന അമ്പലം തന്നെ കേട്ടോ. ഇതാ അച്ഛൻ്റെ അമ്പലം. ഇതാ അവിടെ ഒരു കടവുണ്ട്. കടവ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ മുത്തശ്ശി? മാളും കുഞ്ഞാവൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷിമ്മീസ് പിടിച്ചത് കൊണ്ടുപോവാ കുളിക്കാൻ. ഇനി അവരെയും കൊണ്ട് വരണ ഒരു ദിവസം അല്ലേ? വെക്കേഷൻ സമയത്ത് തന്നെ നോക്കാം. അമ്മായിനോട് പറയാം. ഇതാണ് അമ്പലം. വലിയ ആൽമരം മുത്തശ്ശി. അങ്ങനെ കുറെ സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള പടവും. ഇത് അമ്പലം. ആ കനാലൊക്കെ നിറഞ്ഞു ഒഴുകിയുണ്ട് അമ്മേ. വെള്ളം നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ വെള്ളമൊന്നും ഇല്ല ഇല്ല. അമ്മേ ഇതോ നീലേശ്വര പൂവാ? നീലേശ്വര പൂ. ആ അതെ ആണോ? തയ്യല്ലേ? അത് നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും. ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അച്ഛനെ ഏറ്റവും നോക്കാട്ടെ. നീലേശ്വരം ആദ്യം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് അത് അവിടെയൊക്കെ ഇങ്ങനെ നട്ടു. 3-4 ആ ശരിയാ. മല്ലിക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ ആ അത് കണ്ടില്ല. ചക്ക ആയിരുന്നു. എവിടെ ചക്ക? 3 ചക്ക ആയിട്ടുണ്ട്. അപ്പൊ ഈ 3 ചക്ക എടുക്കാം. ആ പ്ലാവ് വളരെ ചെറുതാണ്. കുഞ്ഞു ചക്ക. ആ 2 കളർ ഉണ്ട് അല്ലേ? ആ ഓറഞ്ചും മഞ്ഞല്ലേ? ഇത് പൂവ് മാല കിട്ടിയ നല്ല രസല്ലേ? ഇത് എവിടെ ഉണ്ട് ഓറഞ്ച്? ചെരുപ്പിടൂ. ആ ഇതും ഭംഗിയില്ലേ? ഈ പൂവും ഭംഗിയില്ലേ? ആ അതെ അതെ. ആ ഒറ്റ കളർ ഉള്ളതുണ്ട്. 2 കളർ ഭംഗിയല്ലേ കാണാൻ? ആ അതെ അതെ. ആ അത് ഇതിന്റെ ചെടിയല്ലേ? വാ ഇനി ഇവിടെ ചാമ്പയ്ക്ക. ആ അവിടെ ഉള്ളൂന്നുണ്ട്. ഇതാ അതെ അല്ലേ? ഇനി ഡിസംബറൊക്കെ ആ ഇവിടെ ചാമ്പയ്ക്ക. ഇതെവിടെയുണ്ട് കൊറേ പട്ടത്തിപ്പൂ.
ആ റംബൂട്ടാന്റെ തൈയുണ്ട്. ആ അതാണ് ചാമ്പയ്ക്ക, കുഞ്ഞു ചാമ്പയ്ക്കാണ്. വലുതാവുമ്പോ നല്ല ആ നമ്മളെല്ലാവരും ഉണ്ട്. ഫുഡ് കഴിക്കുക. അച്ഛന്താ ഗൈസ് ബനിയൻ പൊക്കി. വെയിറ്റ് ചെയ്യാ, ദോശക്ക് വെയിറ്റ് ചെയ്യാ. എന്താ ഓർഡർ ചെയ്തേ? പൊടി മസാല അത് ഇവിടെ വെച്ചോട്ടോ. കണ്ണേട്ടൻ എന്താ ഓർഡർ ചെയ്തേ? പൂരി. അതും കൂടെ വെച്ചോളൂ. മുത്തശ്ശി കാപ്പി വേണോ? വേണ്ട അല്ലേ? എറണാകുളം വന്ന് സാപ്പാട് ദോശകള്, മസാല ദോശകള്, പൊടി മസാല ഓരോന്ന് വരുമ്പോ കാണിക്കാം. അതെ കുട്ടു, ഇനി വിശപ്പ് മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ കഴിക്കണേ? പൂരിയ. ആദ്യം വന്നല്ലേ, എന്നൊരു കഷ്ണം തന്നോളൂ, കൊതി കൂടണ്ട. ഇത്രയല്ലോ. അല്ല മസാല ആ വന്നു. ഇത് നെയ്റോസ്റ്റാ? നെയ്റോസ്റ്റ്. അപ്പൊ വന്നില്ലേ? നമ്മളെല്ലാരും വന്നു. പൊടി മസാല. ഇതാ പൊടി മസാല. ഓ എല്ലാവരുടെയും എത്തിയല്ലേ. ഞാൻ പെപ്പർ മസാല. ഊത്തപ്പ അവിടെ. ഓ എത്തി ഊത്തപ്പൊക്കെ എത്തി. അപ്പൊ ഉണ്ട്. നമുക്ക് മറ്റേ താര കല്യാണിന്റെ കാപ്പി കുടിക്കാം. പൊടി മസാല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ആർക്ക്? ആ എന്റെ പെപ്പർ കുരുമുളക് ഇട്ടതാ. അമ്മയുടെ സാധാ മസാല. ആ മുത്തശ്ശി എങ്ങനെയുണ്ട് പറയൂ. സൂപ്പറാണോ? ടേസ്റ്റ് ഇല്ലേ? ആണോ? ആ മുത്തശ്ശിക്ക് ഉള്ളിയുള്ള ചട്നി ഒന്നും അധികം ഇഷ്ടമില്ല അല്ലേ? ഇന്ന് ദോശ കഴിച്ചോളൂ. കുട്ടുവിൻ്റെ അവിടെ ഫിനിഷായി. കുട്ടു അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? സാമ്പാറിൽ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ദോശപ്പൊടി സ്പെഷ്യലായിട്ടുണ്ട്, കുരുമുളക്, അതുകൊണ്ട് നല്ല എരിവുണ്ട്. അത് നമ്മളെല്ലാവരും ഫുൾ കഴിച്ചു. പ്ലേറ്റ് കൊണ്ടുപോയോ? പ്ലേറ്റ് കൊണ്ടുപോയി. ആ പപ്പടം പോലെയുള്ളത് ചെറുത്. ആ പക്ഷെ അത്തിപ്പഴത്തില് മേലെയായി, വലിയ പഴമായി പോയി. ആ പോവാന്നാ. അതെ അതെ. ആ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും താര കോഫി കുടിക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. കണ്ണേട്ടൻ ഇവിടെ
എന്തൊക്കെയോ കാണിച്ചു നിക്കുന്നു. കുട്ടുതാ മുണ്ടെടുത്ത് കോഫി കുടിക്കാൻ വരുന്നു. ആ വഴിക്ക് ഓർമ്മല്ലേ, അതാ പറ്റിയത്. മുത്തശ്ശിത സെറ്റും കൊണ്ട് മാറി കൊടുക്കുന്നു. അമ്മ ദാ ഇറങ്ങുന്നു. മുത്തശ്ശി സെറ്റും കൊണ്ട് കൊടുക്കുന്നു. താര കോഫി കുടിക്കാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഇവിടെ നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു. അല്ല, മഴ പെയ്തിട്ടില്ല, ഇടി വെട്ടിയില്ലേ, മിന്നൽ. അപ്പൊ ഞങ്ങള് കോഫി കുടിക്കാൻ പോവായി. ഇതാണ് നമ്മുടെ താര കോഫി. ഈ എല്ലാ സംഭവവും കാണിച്ചു കൊടുക്കാൻ ഈ ക്യാമറ പിടിക്കുന്ന ആൾ തന്നെ വേണം എന്നാണ് സാരം. താര കോഫി കുടിക്കൂ, എനർജറ്റിക് ആവും. അതെ, അങ്ങനെ നമ്മൾ പെരുന്തൽമണ്ണയിൽ വന്ന് താര കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ വിശ്രമിക്കുകയാണ് അല്ലേ? അതെ, താര കോഫി അങ്ങടാ. അപ്പൊ നല്ല ഭയങ്കര ഭംഗിയായിട്ട് ഓരോരോ എന്താ പറയാ, രസമുണ്ട്. അപ്പൊ ഓരോരോ ഡിസൈനിലുള്ള കോഫിയാണ്. അതെ, ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. കായലിനെ സാക്ഷിയാക്കി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വാവ്, സൂപ്പർ. മുത്തശ്ശി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ടൊന്നും തോന്നില്ല, കുടിക്കുമ്പോഴുള്ള വിവരം പറയാം. എന്നാ ഓക്കെ, മുത്തശ്ശിക്ക് ആദ്യം കൊടുക്കാം നമുക്ക്. മുത്തശ്ശി, അതെ, കുട്ട ഹായ്. പോയി ഞാൻ എടുത്തിറങ്ങാൻ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി എടുത്തിറങ്ങി. അപ്പൊ പിന്നെ അതാ അപ്പോഴേക്കും മുത്തശ്ശി അത് പറഞ്ഞു. തെച്ചിപ്പൂ